പ്രിയ വിദ്യാർത്ഥികളെ, all of you, welcome to another session of your class. BA ഫൈനൽ ഇയർ സോഷ്യോളജി സ്റ്റുഡൻസിന് പഠിക്കേണ്ടതായ ഒരു പാർട്ടാണ് റെസ്പോൺസസ് ടു ഗ്ലോബലൈസേഷൻ. അതിൻ്റെ ഒരു ഭാഗം ഞാൻ എടുത്തു തന്നിരുന്നു. അതിനെ തുടർന്നുള്ള കണ്ടിന്യൂവേഷൻ ആണ് ഇതിൽ പറഞ്ഞു തരുന്നത്. റെസ്പോൺസസ് ടു ഗ്ലോബലൈസേഷനിലേക്ക് നാം നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് എന്താ? സിങ്ക്രറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? വൈരുദ്ധ്യമായ രണ്ടാശയങ്ങളെ ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് പുതുതായ ഒന്നിന് രൂപം കൊടുത്ത് ആ പുതിയതായ ചില ഐഡിയോളജി അതൊരു റിലീജിയൻ ബേസിലേക്കോ അതിനെ ഇംബൈബ് ചെയ്തുകൊണ്ട് ജനങ്ങൾ പിന്തുടരുമ്പോഴേക്കും അവിടെ ഉണ്ടാകാവുന്ന ചില ആ ഒരു തലം, അപ്പോൾ അതിൻ്റെ ആ ഒരു ആശയം അവയെല്ലാമാണ് അവിടെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ സിങ്ക്രറ്റിസം സെർവ്സ് ആസ് എ റെസ്പോൺസ് ടു ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇത് ഗ്ലോബലൈസേഷൻ്റെ ഒരു റെസ്പോൺസ് എന്ന രീതിയിലാണ് സിങ്ക്രറ്റിസത്തെ കാണുന്നത്. എ റെസ്പോൺസ് ടു ഗ്ലോബലൈസേഷൻ ഇൻ സോ ഫാർ ആസ് ഇറ്റ് മീഡിയേറ്റ്സ് ഓവർലാപ്പിംഗ് ഫ്രെയിം വർക്ക്സ്. അതായത് സിങ്ക്രറ്റിസം അത് ഗ്ലോബലൈസേഷൻ്റെ തുടർന്നുള്ള ഒരു റെസ്പോൺസ് എന്ന രീതിയിൽ ഇതെന്തിനെ മീഡിയേറ്റ് ചെയ്യുന്നു? ഇറ്റ് മീഡിയേറ്റ്സ് ഓവർലാപ്പിംഗ് ഫ്രെയിം വർക്ക്സ്. കാരണം നിലവിലുള്ള ചില ചട്ടക്കൂടുകൾ ഇവിടെ ഉണ്ട്. മതത്തിൻ്റെ ആണെങ്കിലും ജാതിയുടേതാണെങ്കിലും സോഷ്യൽ ലിവിങ്ങിൻ്റെ ആണെങ്കിലും സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരു തലം അവിടെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിൽ കടന്നുകൊണ്ട് മറ്റൊരു ഫ്രെയിം വർക്കിലേക്ക് പോകുന്ന കാഴ്ച, അതാണ് ഓവർലാപ്പിംഗ് ഫ്രെയിം വർക്ക്സ് എന്ന് പറയുക. അപ്പോൾ ഇറ്റ് വുഡ് ബി അൺനെസസറി ഇഫ് പീപ്പിൾ ലിവ്ഡ് ഇൻ എ വേൾഡ് വെയർ ബൗണ്ടറീസ് വെയർ ക്ലിയർലി ഡിഫൈൻഡ് വിത്ത് നോ ഐഡിയോളജിക്കൽ എക്സ്ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് അക്രോസ് ദോസ് ബൗണ്ടറീസ്. അപ്പോൾ ഇവിടുത്തെ ഒരു അർത്ഥശൂന്യതയെ എടുത്ത് കാണിക്കുകയാണ്. എന്താണ് അൺനെസസറി എന്ന് പറയുന്നത്? ഇഫ് പീപ്പിൾ ലിവ്ഡ് ഇൻ എ വേൾഡ് വെയർ ബൗണ്ടറീസ് വെയർ ക്ലിയർലി ഡിഫൈൻഡ്, അതായത് അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് ആ അതിർത്തിക്കുള്ളിൽ ഇന്നതാണ്, ഇതുവരെയാണ് ഞങ്ങളുടെ ബൗണ്ടറി എന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു തലത്തിൽ നിന്ന് ജീവിച്ചു പോരുന്ന ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും അവിടെ കാര്യമായ ഐഡിയോളജിക്കൽ എക്സ്ചേഞ്ചസ് ഒന്നും തന്നെ ആ ബൗണ്ടറിക്കുള്ളിൽ നടക്കുന്നില്ല എങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ ഗുണം? അപ്പോൾ ഇറ്റ് വുഡ് ബി അൺനെസസറി ഈ പീപ്പിൾ ലിവ്ഡ് ഇൻ എ വേൾഡ് വെയർ ബൗണ്ടറീസ് വെയർ ക്ലിയർലി ഡിഫൈൻഡ് വിത്ത് നോ ഐഡിയോളജിക്കൽ എക്സ്ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് അക്രോസ് ദോസ് ബൗണ്ടറീസ് ഇഫ് സച്ച് എ വേൾഡ് എവർ എക്സിസ്റ്റഡ്. ഓക്കെ, സിൻസ് that is far from the lived reality for most people, through syncretism often serves as what James C. Scott categorizes as a weapon of the weak. അപ്പോൾ സിങ്ക്രറ്റിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെപ്പൺ ഓഫ് ദ വീക്ക് എന്നാണ്. അതായത് ദുർബലരായ അവശരായ ജനങ്ങളുടേതായ ഒരു വെപ്പൺ എന്ന രീതിയിലാണ് ജെയിംസ് സി സ്കോട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ദ വെപ്പൺ ഓഫ് ദ വീക്ക്, that is a concept referring to the ways in which marginalized peoples can resist without directly challenging their oppressors. അപ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരിവിടെ ജീവിച്ചു പോരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാനുള്ള ഒരു വഴിയാണിത്? അവർക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ളതാണ്. അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദ വേസ് ഇൻ വിച്ച് ഒപ്രസ്ഡ് പീപ്പിൾ ക്യാൻ റെസിസ്റ്റ് വിത്തൗട്ട് ഡയറക്റ്റ്ലി ചലഞ്ചിങ് ദെയർ ഒപ്രസേഴ്സ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോഴേക്കും നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ പലതരത്തിലുള്ള ഫാമിലി അല്ലെങ്കിൽ ഇവിടെ നിലവിലുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടേതായ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കിവിടെ എടുത്തു പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് അടുത്ത ഒരു പോയിൻ്റായിട്ട് പറഞ്ഞു വരുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ആൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് എന്നുള്ളതാണ്. അതാണ് മറ്റൊരു റെസ്പോൺസസ്. ഗ്ലോബലൈസേഷൻ്റെ റെസ്പോൺസസിനെ സംബന്ധിച്ചാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അടുത്തൊരു പോയിൻ്റായിട്ട് പറയുന്ന പാർട്ടിസിപ്പേഷൻ ഇൻ ആൾട്ടർനേറ്റീവ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ആഗോളതലത്തിൽ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ നാം നോക്കുമ്പോഴേക്കും പലതരത്തിലുള്ള സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം തന്നെ ഉണ്ടാകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മാൻഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം തന്നെ മാൻഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാലാണ്? അന്തർദേശീയമായ സ്ഥാപനങ്ങളാണ്. mandated by international bodies like the IMF, World Bank, and have left farmers in developing nations particularly vulnerable to the whims of global market. എന്താണ് ഇവിടെയുള്ള ലോക്കൽ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ, അവർ കർഷകരായിട്ടുള്ളവരെ
ശരിക്കും അടിമകളാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അന്തർദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പാവപ്പെട്ട രാജ്യങ്ങളെന്ന രീതിയിൽ ഇപ്പോൾ എന്താ പറയുക, ഡെവലപ്പിംഗ് എക്കോണമി എന്ന രീതിയിൽ നാം നോക്കുമ്പോൾ ഇന്ത്യ എക്സാമ്പിളായിട്ട് പറയാം. ഈ ഇന്ത്യയിലെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഇന്ത്യക്ക് വായ്പ നൽകുന്ന അന്തർദേശീയ സ്ഥാപനങ്ങളുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് വേൾഡ് ബാങ്കിനെ എടുക്കാം. അതുപോലെ തന്നെ IMF എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ. യഥാർത്ഥത്തിൽ ഈ വേൾഡ് ബാങ്ക്, IMF പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ചില വ്യവസ്ഥകൾ ഇങ്ങോട്ട് വയ്ക്കും. ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് വേണം അവർ നമ്മളെ സഹായിക്കാൻ, സാമ്പത്തികമായി സഹായിക്കാൻ വന്നാൽ ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണോ പറയുന്നത് ആ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും ഡെവലപ്പിംഗ് കൺട്രീസിന്. അപ്പോൾ നമ്മളുടെ കൃഷികാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡെവലപ്പിംഗ് കൺട്രീസിന് മുന്നോട്ട് നീങ്ങുന്നതിന് ഇവിടെയുള്ള കർഷകരെ സഹായിക്കാമെന്ന രീതിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ മാൻഡേറ്റ് ചെയ്യപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അവർ യഥാർത്ഥത്തിൽ നമ്മളുടെ രാജ്യങ്ങളിലെ കർഷകരെയെല്ലാം തന്നെ, പ്രത്യേകിച്ചും അവരുടെ അവസ്ഥകളെല്ലാം എങ്ങനെയാണ് അവരുടെ വൾണറബിളായിട്ടുള്ള രീതിയിലേക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഈ കർഷകരെ വളരെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം എന്തെന്നാൽ IMF കൊടുക്കുന്ന ധനസഹായത്തിന് പലിശ കൊടുക്കേണ്ടതുണ്ടായിരിക്കും. അവരുടെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താനായിരിക്കില്ല, മറിച്ച് ഇവരുടെ നിലവാരത്തെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് കുറേ അധികം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ ധനസഹായം കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ ധനസഹായത്തിൻ്റെ പേരിൽ ഫാമേഴ്സിനെ, ഡെവലപ്പിംഗ് നേഷനിലുള്ള ഫാമേഴ്സിനെ പ്രത്യേകിച്ചും അവരുടെ അവസ്ഥയെ മോശമാക്കുന്ന ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഇരകളായിട്ട് ഇവരെ മാറ്റുകയായിരിക്കും ചെയ്യപ്പെടുന്നത്. വിത്തിൻ ദിസ് ഫ്രെയിം വർക്ക്, ഫെയർ ട്രേഡ് ഹാസ് എമർജ്ഡ് as a way for socially conscious consumers to support small farmers and artisans who have been affected by these policies. അപ്പോൾ ചില സാമ്പത്തിക നയങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന് ഞങ്ങൾ സഹായിക്കാം ഡെവലപ്പിംഗ് കൺട്രീസിനെ എന്നും പറഞ്ഞെത്തുമ്പോൾ IMF, വേൾഡ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലോ ഇവിടെയുള്ള കർഷകരെ ശരിക്കും അവരുടെ അവസ്ഥയെ ശരിക്കും ദോഷകരമാകുന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട് ഫെയർ ട്രേഡ് പോസിബിളാക്കാം എന്ന രീതിയിൽ സാമൂഹികവും കൺസ്യൂമേഴ്സ് എന്ന രീതിയിൽ അവയർനെസ് ഉള്ള കർഷകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഒരിക്കലും അവരുടെ തല കൊണ്ട് IMFനോ അല്ലെ വേൾഡ് ബാങ്കിനോ പണയം വെക്കില്ല എന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ പണയം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തല പെട്ടെന്ന് ഊരിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ സാമൂഹ്യപരമായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? ടു സപ്പോർട്ട് സ്മാൾ ഫാമേഴ്സ് ആൻഡ് ആർട്ടിസൻസ് ഹു ഹാവ് ബീൻ അഫക്റ്റഡ് ബൈ ദീസ് പോളിസീസ്. അപ്പോൾ ഈ IMF പോലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പോളിസീസ് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ, അതിനടിമയായിട്ടുള്ള കർഷകർ, ആ കർഷകരെ സഹായിക്കാനായിട്ട് പിന്നെ നാട്ടിലുള്ള മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് ഉയർന്നു വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ടു ബി സർട്ടിഫൈഡ് ആസ് ഫെയർ ട്രേഡ്, വെൻഡേഴ്സ് മസ്റ്റ് എഗ്രി ടു എ ഫെയർ പ്രൈസ് വിച്ച് വിൽ ബി അഡ്ജസ്റ്റഡ് upwards if the world market price rises above the fair trade threshold. അപ്പോൾ ഇവിടെ സർട്ടിഫൈ ചെയ്യുന്നത് എന്താണ്? ലോകരാഷ്ട്രങ്ങൾ തമ്മിലാണ് ഇവിടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് പ്രോഡക്റ്റ് വിൽക്കുമ്പോഴേക്കും ആ പ്രോഡക്റ്റിൻ്റെ വിൽപ്പന അവിടെ അതിനൊരു ഫെയർ പ്രൈസ് പോളിസി ഇവയെല്ലാം തന്നെ വേൾഡ് മാർക്കറ്റിൽ പ്രൈസ് റൈസ് ചെയ്യുന്നത് ഫെയർ ട്രേഡിനേക്കാൾ ഉപരിയാകുമ്പോഴേക്കും അതവർ പരസ്പരം അവിടുത്തെ കച്ചവടക്കാരെല്ലാവരും എഗ്രി ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് ആ പോളിസി കൊണ്ടുപോകുന്നത്. അപ്പോൾ ലോക മാർക്കറ്റ് നിലവാരത്തിലേക്ക് പ്രൈസ് കുറഞ്ഞു പോയെന്ന് വിചാരിക്കുക. ഇഫ് ദ വേൾഡ് മാർക്കറ്റ് പ്രൈസ് ഡ്രോപ്സ് ഫെയർ ട്രേഡ് ഫാമേഴ്സ് വിൽ മേക്ക് എ ഡീസൻറ്റ് ലിവിങ് വിച്ച് അലൗസ് ദം ടു കണ്ടിന്യൂ ഫാമിംഗ് റാദർ ദാൻ അബാൻഡൻ ദെയർ ഫീൽഡ് ഫോർ വേജ് ലേബർ. അപ്പോൾ തെറ്റില്ലാത്തൊരു വില നിലവാരത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിലൂടെ അന്തർദേശീയമായി വ്യാപാരം നടത്തുന്നതിലൂടെ അവർക്ക് തെറ്റില്ലാത്ത ഒരു വരുമാനം നേടിയെടുക്കുവാനായിട്ട് അവരെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വൈൽ അഡ്മിറബിൾ ഇൻ ഇറ്റ്സ് ഇൻറ്റൻറ്റ് ആൻഡ് അൺഅസൈലബിലി ബെനിഫിഷ്യൽ ടു മെനി anthropological research reminds us that every situation is complex and that there is never a one size fits all perfect solution. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇവിടെ നിലവിൽ ആന്ത്രോപോളജിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിരീക്ഷണത്തിൽ അവർ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്നാൽ ഇപ്പോൾ ഈ സമൂഹം കടന്നു പോകുന്ന പല സാഹചര്യങ്ങളുടെ ആവാം, ചില സങ്കീർണ സാഹചര്യങ്ങളുണ്ടാവാം.
അപ്പോൾ എവറി സിറ്റുവേഷൻ ഈസ് കോംപ്ലക്സ്, എല്ലാ സിറ്റുവേഷനും എങ്ങനെ തന്നെയാവാം, കോംപ്ലക്സ് ആവാം. ആൻഡ് ദാറ്റ് ദെയർ ഈസ് നെവർ എ വൺ സൈസ് ഫിറ്റ് ആൾ പെർഫെക്റ്റ് സൊല്യൂഷൻ. അപ്പോൾ ഏത് സങ്കീർണമായ സാഹചര്യം വന്നാലും ആ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു വൺ സൈസ് ഫിറ്റ് എല്ലായിടത്തും ഉണ്ടാകണമെന്നൊന്നും നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്ന് നാം നോക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇൻ്റർനാഷണൽ ട്രേഡ് പോളിസി, അതേപോലെ തന്നെ നമ്മൾ റിലീജിയൻ ബേസ്, ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു റെസ്പോൺസസ് എന്ന രീതിയിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഇൻ അൾട്ടർനേറ്റീവ് മാർക്കറ്റ് എന്നൊരു, കാരണം നമ്മൾ ഗ്ലോബലൈസേഷൻ വന്നു കഴിയുമ്പോഴേക്കും അതിനെ തുടർന്ന് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നമ്മുടെ മുന്നിലേക്ക് വാതായനങ്ങൾ പലത് ലോകരാജ്യങ്ങളുടേതായ മാർക്കറ്റ് നമ്മളുടെ മുന്നിലേക്ക് തുറന്നു വരികയാണ്. അങ്ങനെ തുറന്നു കിട്ടുമ്പോഴേക്കും നമുക്ക് ട്രേഡ് നടത്താനായിട്ട് എന്ത് ചെയ്യാം, പല ആളുകളുമായിട്ട് ട്രേഡ് ഫെയറിൽ ഏർപ്പെടാൻ സാധിക്കും. സോ ആൾസോ ഓഫ് കൺസേൺ ഈസ് ദാറ്റ് ഇൻ സം കമ്മ്യൂണിറ്റീസ് ഫെയർ ട്രേഡ് ദാറ്റ് മേ ഡിസ്റപ്റ്റ് ട്രഡീഷണൽ റോൾസ് ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പോൾ ചില കമ്മ്യൂണിറ്റീസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും അത് തീർച്ചയായിട്ടും ഈ ഫീൽഡ് വർക്കിൻ്റെ കേസിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്തെന്നാൽ അവരുടേതായ ലൈവ് എക്സ്പീരിയൻസ്, അത് മിക്കവാറും തന്നെ അവർ ലൈവ് എക്സ്പീരിയൻസ്, അവരുടെ ലൈഫിൻ്റേതായ ആ ഒരു അനുഭവ കഥകൾ നോക്കുമ്പോഴേക്കും അതെല്ലാം തന്നെ ഒരുപക്ഷെ ഫെയർ ആയിരിക്കണമെന്നും നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ വെരി പതറ്റിക്കായിട്ടുള്ള ചലഞ്ചസ് അവർ നേരിടേണ്ടി വരാം. അപ്പോൾ ഇൻ അഡീഷൻ ദ ചലഞ്ച് ഓഫ് ഫൈൻഡിങ് എ മാർക്കറ്റ് ഫോർ വൺസ് ഗുഡ്സ്, ദെയർ ആർ അഡീഷണൽ ബാരിയേഴ്സ് ടു ബിക്കമിങ് ഇൻവോൾവ് ഇൻ ഫെയർ ട്രേഡ്. അതായത് നല്ലൊരു വ്യാപാര ബന്ധത്തിലേക്ക് ഏർപ്പെടുക, വാണിജ്യം മെച്ചപ്പെടുത്തുക എന്ന രീതിയിലൊക്കെ ആയിരിക്കും കച്ചവട തന്ത്രങ്ങളുമായിട്ട്, ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ലോകോത്തരമായിട്ടുള്ള നിലവാരത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് വിവിധ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രേഡിലേക്ക് ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കോ അവിടെ ഫാമേഴ്സ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, സെൽ റിലേറ്റീവ്ലി ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ടു ഫെയർ ട്രേഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ ഇങ്ങനെ ഫെയർ ട്രേഡ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ കോഫി. അപ്പോൾ ഈ കോഫിയുടെ കേസ് എടുക്കുമ്പോൾ ദാറ്റ് മസ്റ്റ് ബി ഓഫ് എക്സെപ്ഷണൽ ക്വാളിറ്റി ടു കോമ്പീറ്റ് വിത്ത് സ്പെഷ്യാലിറ്റി കോഫീസ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് അത് മറ്റൊരു മാർക്കറ്റിൽ എത്തിക്കുമ്പോഴേക്കും അവിടെയുള്ള പ്രോഡക്റ്റിന് കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് വിറ്റഴിയാനായിട്ടുള്ള സാധ്യത വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കോ അവിടെ ഇവിടെ നിന്നും കൊണ്ടുവരുന്ന ലോക്കൽ ലെവലിൽ നിന്നും കൊണ്ടുവരുന്ന ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, അത് വിറ്റഴിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലൂടെയൊക്കെ എന്താ മനസ്സിലാക്കണേ, റെസ്പോണ്ടിങ് ടു ഗ്ലോബലൈസേഷൻ മീൻസ് how different countries have responded to the challenges of increasing levels of global economic integration. ഓക്കെ, അതാണ് നമ്മളിവിടെ ഇതിൻ്റെ ഒരു റെസ്പോൺസ് എന്ന രീതിയിൽ നാം നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സോഷ്യോളജിയിൽ ഈ റെസ്പോൺസസ് ടു ഗ്ലോബലൈസേഷനിലേക്ക് നോക്കുമ്പോൾ അതിൽ പല തലങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോഷ്യോളജി റെസ്പോൺസസ് എന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അന്തർദേശീയ തലത്തിലേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു വാതായനം, തുറക്കപ്പെടുന്ന വാതായനങ്ങൾ, അപ്പോൾ ആ വാതായനങ്ങൾ എത്രത്തോളമാണ് നമ്മളുടേതായ എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നത് കൂടിയാണ് റെസ്പോൺസസ് ഓഫ് ഗ്ലോബലൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ റെസ്പോൺസസ് എന്ന് നമുക്ക് നോക്കുമ്പോഴേക്കും ഇന്ത്യാസ് റെസ്പോൺസസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇന്ത്യാസ് റെസ്പോൺസസ് പ്രധാനമായിട്ടും എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കും. ഇന്ത്യ യൂസ് ദ സ്ലോഗൻ ഓഫ് സ്വദേശി. അപ്പോൾ സ്വദേശി എന്നുള്ള ആ ഒരു സ്ലോഗൻ ഉപയോഗിച്ചു പോന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. എക്കണോമിക് നാഷണാലിസം to advocate the protection of their business interest against erosion by foreign capital. അപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ട് ഫോറിൻ ക്യാപിറ്റലിൻ്റെ ആ ഒരു സോഴ്സ്, അപ്പോൾ നമ്മളുടേതായ ബിസിനസ്, നമ്മളുടെ താല്പര്യങ്ങൾ, ലോക്കൽ മാർക്കറ്റിൻ്റേതായ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന രീതിയിൽ എക്കണോമിക് നാഷണലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്നത്. ഓക്കെ, പിന്നെന്താ ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് നമുക്ക് ഈ ഗ്ലോബലൈസേഷൻ, ഹൗ ക്യാൻ വി ഓവർകം ഗ്ലോബലൈസേഷൻ, പ്രധാനമായിട്ടും ഇതിൽ പറയപ്പെടുന്നത് എങ്ങനെ ഓവർകം ചെയ്യാം.
Don't rely on a solitary market. That is the first point. Then embrace modern technology. Second point. Then partner with a reliable and experienced head hunting company. Then fourth one, find suppliers and partners across the world at various locations. Don't pull at sorry don't put all your eggs in one basket. അതായത് ഒരാളെ തന്നെ നോക്കിയിരിക്കാതെ നമ്മളെന്തെങ്കിലും പ്രോഡക്റ്റുമായിട്ട് വിറ്റഴിക്കാൻ മറ്റൊരു ഇടത്തേക്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അയാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ പല തലങ്ങളിലെ നമ്മൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു പാർട്ടിൽ റെസ്പോൺസസ് ടു ഗ്ലോബലൈസേഷൻ എന്നുള്ള ഭാഗത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് ഇത്രയും തന്നുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് പുട്ട് യുവർ കമൻറ്റ്സ് ഓൺ ദിസ് സബ്ജക്റ്റ്. ഓക്കെ.